നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പേജിങ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതേപോലെ ഒരു നോൺ കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷനിലെ വേറൊരു ടെക്നിക്കാണ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. പേജിങ് ആൻഡ് സെഗ്മെന്റേഷൻ ഈസ് അനദർ ലൈക്ക് പേജിങ് സെഗ്മെന്റേഷൻ ഈസ് അനദർ നോൺ കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ ടെക്നിക്ക്. ഓക്കെ, ഇതിൽ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേജിങ്ങിന് നമ്മൾ ഓരോന്നും ഫിക്സഡ് സൈസ് പേജസ് ആയിട്ടാണ് ഡിവിഷൻ ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സെഗ്മെന്റ്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഫോർ ബെറ്റർ വിഷ്വലൈസേഷൻ. പെട്ടെന്ന് ബെറ്റർ ആക്സസിങ് അല്ലെങ്കിൽ പെട്ടെന്ന് ഡാറ്റ പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റെഡ് ഓഫ് പേജിങ് വി ആർ ഡിവൈഡ് ഇൻ ടു സെഗ്മെന്റ്സ് ഓർ മൊഡ്യൂൾസോ അല്ലെങ്കിൽ സെഗ്മെന്റ്സോ ആക്കിയിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ പേജിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഒരു ഫംഗ്ഷൻ എന്താ ഒരു പ്രോസസ്സുകളാണ് ഓരോ പേജസ് ഒക്കെ ആയിട്ട് ഡിവിഷൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിഫറെൻറ്റ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് പ്രോസസ്സ് എന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഒരു പ്രോഗ്രാംസ് ആണ്. ഡിഫറെൻറ്റ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് ചിലപ്പം എന്തുണ്ടാവാം, ഫങ്ഷൻസ് ഉണ്ടാവാം, അതേപോലെ തന്നെ ക്ലാസ്സസ് ഉണ്ടാവാം, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറൈസേഷൻ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറെൻറ്റ് ഫ്രെയിംസ് അതേപോലെ ഡിഫറെൻറ്റ് പേജസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ പേജിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഇപ്പോൾ ഇവിടെ നോക്കുക, ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറെൻറ്റ് ഫ്രെയിംസ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഇൻ ദി പ്രൈമറി മെമ്മറിയിൽ ഡിഫറെൻറ്റ് ഫ്രെയിംസ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ആദ്യം F1 എന്ന് പറയുന്ന ഫ്രെയിമിനെ ഫെച്ച് ചെയ്യണം, F2 എന്ന് പറയുന്ന ഫ്രെയിമിനെ ഫെച്ച് ചെയ്യണം. അങ്ങനെ എത്ര ഫ്രെയിംസ് ഉണ്ടോ അത്രയും ഫ്രെയിംസിനെ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഈ ഒരു ഡിഫിക്കൽറ്റീനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് മാറിയത്. സെഗ്മെന്റേഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ഫംഗ്ഷനും ഓരോ സെഗ്മെന്റ്സ് ആക്കിയിട്ടാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ വരുന്ന മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മൊഡ്യൂൾസ് ആണ് മെയിൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. മെയിൻ എന്നുള്ളതിന് ഫസ്റ്റ് സെഗ്മെന്റ് ആക്കി S0 എന്ന് പറയുന്നത്, ദെൻ അഡീഷൻ S1 ആൻഡ് S2, ഇങ്ങനെ ഡിഫറെൻറ്റ് സെഗ്മെന്റ്സ് ആക്കി മാറ്റി. ഇനി ഓരോ സെഗ്മെന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ മൊഡ്യൂളിനനുസരിച്ച് സൈസ് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു, ഫിക്സഡ് സൈസ് ആയിരുന്നു. സെഗ്മെന്റേഷൻ ഈസ് വാരിയബിൾ സൈസ് പ്രയോറിറ്റൈസിങ് സ്കീം. അതായത് നമുക്ക് നമ്മുടെ ഡാറ്റയ്ക്ക് അനുസരിച്ച് ഇപ്പോൾ മെയിൻ ഫംഗ്ഷനിലുള്ള അത്രയും ഡാറ്റ അഡീഷണൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്പേസ് അവിടെ ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, സൈസ് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് അഡ്രസ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ അഡ്രസ് ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അഡ്രസ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമുക്കൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ പ്രൈമറി മെമ്മറിയിൽ ഉണ്ടായിരിക്കും അല്ലേ? പ്രൈമറി മെമ്മറിയിൽ നിന്ന് അത് എന്ത് ചെയ്യണം, CPU ആ ഡാറ്റേനെ ഫെച്ച് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ആ ഫെച്ചിങ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ CPU എക്സിക്യൂഷന് വേണ്ടി റെഡി ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ CPUയിലേക്ക് എത്തണം അല്ലെങ്കിൽ ഫെച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം CPU എന്ത് ചെയ്യും, ഒരു ലോജിക്കൽ അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്യും. ഈ ലോജിക്കൽ അഡ്രസ്സിൽ എന്തൊക്കെയാണുള്ളത്, ഒരു സെഗ്മെന്റ് നമ്പറും ഓഫ്സെറ്റ് നമ്പറും ആയിരിക്കും ഉണ്ടാവുക. സെഗ്മെന്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രാമത്തെ സെഗ്മെന്റ് ആണ് എന്നുള്ള അല്ലെങ്കിൽ എത്രാമത്തെ മൊഡ്യൂൾ ആണ് എന്നുള്ള സെഗ്മെന്റ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇൻസ്ട്രക്ഷൻസിന്റെ എത്രാമത്തെ ഇൻസ്ട്രക്ഷൻ ആണ് എന്നുള്ളതാണ് ഓഫ്സെറ്റ് വാല്യൂ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പേജ് ടേബിൾ പോലെ തന്നെ സെഗ്മെന്റ് ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിൾ നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയാ ഉണ്ടാവുക, ഒരു ബേസ് വാല്യൂ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അതിന്റെ ലിമിറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തിനാണ് ഈ ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നത്? ലിമിറ്റ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾറെഡി സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാരിയിങ് ആണ് അല്ലെ? ഓരോന്നിനും ഫിക്സഡ് സൈസ് അല്ല, ആ സൈസ് വാരിയിങ് ആണ്, ഡിപ്പെൻസ് അപ്പോൺ ദ
പ്രോഗ്രാമിനനുസരിച്ച് അല്ലെങ്കിൽ മൊഡ്യൂളിനനുസരിച്ച് അതിൻ്റെ സൈസ് വാരിയിങ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബേസ് മുതൽ എത്ര എന്നുള്ളത് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യണം. അതാണ് ലിമിറ്റിന്റെ ആവശ്യം. ഇനി ഓരോ സെഗ്മെന്റിനും ഓരോ സെഗ്മെന്റ് ടേബിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര സെഗ്മെന്റ്സ് ഉണ്ടോ അത്രയും സെഗ്മെന്റ് ടേബിളും ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം CPU ലോജിക്കൽ അഡ്രസ്സിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഗ്മെന്റ് നമ്പർ കിട്ടി. ഈ സെഗ്മെന്റ് നമ്പർ നമ്മൾ സെഗ്മെന്റ് ടേബിൾ പോയി ചെക്ക് ചെയ്തു. ഇപ്പോൾ സെഗ്മെന്റ് ടേബിളിൽ അതിൻ്റെ ബേസ് വാല്യൂ നമുക്ക് കിട്ടും. ബേസ് വാല്യൂ ഇപ്പോൾ 1000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 1000 ആണെന്നുണ്ട്, 1000, ദെൻ അതിൻ്റെ ലിമിറ്റ് 1200 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ പ്രൈമറി മെമ്മറിയിൽ 1000 ആണ് അതിൻ്റെ ബേസ് വാല്യൂ സെഗ്മെന്റ് 1ൻ്റെ. ദെൻ 200 ആണ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരെ ആയിരിക്കും? 1200 വരെയാണ് സെഗ്മെന്റ് 1 ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓഫ്സെറ്റ് വാല്യൂവിൽ കിടക്കുന്നത് നമ്മളൊരു 300 ആണ് കൊടുത്തു എന്ന് വിചാരിക്കുക. ലിമിറ്റ് 200 ആണ്, ബേസ് വാല്യൂ 1000 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടി അല്ലേ? അപ്പോൾ ബേസ് വാല്യൂ കിട്ടി, ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഫ്സെറ്റ് വാല്യൂ കിട്ടി. അപ്പോൾ ഇപ്പം എത്രയായിരിക്കും രണ്ടും കൂടെ വരിക? 1300 ആയിരിക്കും ഇപ്പോൾ ഉണ്ടായിട്ട് ഉള്ളത്. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, ഒരു ചെക്കിംഗ് പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. എന്താ ചെക്ക് ചെയ്യുന്നത്? ഓഫ്സെറ്റ് വാല്യൂ ലെസ് ദാൻ ലിമിറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിമിറ്റിന്റെ ഉള്ളിലുള്ള ഇൻസ്ട്രക്ഷൻ ആണോ ചോദിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ ചോദ്യം. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇത് നോ എന്ന് പറയുന്ന കണ്ടീഷനിലേക്കാണ് പോവുക. കാരണം ഓഫ്സെറ്റ് വാല്യൂ 300ഉം ലിമിറ്റ് 200ഉമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സെഗ്മെന്റ് 1ൽ അല്ല എന്ത് കിടക്കുന്നത്, ഈ 1300 എന്ന് പറയുന്ന ലൊക്കേഷൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദർ ജനറേറ്റ് ആൻ ഇന്ററപ്റ്റ് മെസ്സേജ്, ഒരു ട്രാപ്പ് മെസ്സേജ് അത് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആൻ ഇൻവാലിഡ് അഡ്രസ് എന്നുള്ള കേസിലായിരിക്കും വരിക. ഇനി ഇൻ കേസ് നമ്മളത് മാറ്റി ഒരു 100 എന്നുള്ള വാല്യൂ ആണ് കൊടുത്തതെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഓഫ്സെറ്റ് വാല്യൂ 100 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഫ്സെറ്റ് വാല്യൂ കിട്ടി, സെഗ്മെന്റ് നമ്പർ കിട്ടി. സെഗ്മെന്റ് 1 ആണ് ബേസ് വാല്യൂ. സെഗ്മെന്റ് ടേബിളിൽ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെഗ്മെന്റ് 1 ഇതാണ് സെഗ്മെന്റിന്റെ ഇൻഡെക്സ് നമ്പർ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. 0, 1, 2, 3 ഇത് സെഗ്മെന്റിന്റെ നമ്പേഴ്സ് ആണ്. അപ്പോൾ സെഗ്മെന്റ് 1ൽ എന്താണ് 1000 ആൻഡ് 200 എന്ന് പറയുന്ന ലൊക്കേഷൻ ആണുള്ളത്. ബേസ് വാല്യൂ 1000 ആണ്, ദെൻ ഓഫ്സെറ്റ് വാല്യൂ 100 ആണ്. സോ 1100ലായിരിക്കും നമ്മുടെ ഡാറ്റ, നമ്മൾ പറയുന്ന ആ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ കിടക്കുന്നത്, ഇൻസ്ട്രക്ഷൻ കിടക്കുന്നത് 1100ലായിരിക്കും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യും, ഓഫ്സെറ്റ് വാല്യൂ ലെസ് ദാൻ ലിമിറ്റ്, യെസ് ആണ് അല്ലേ? ഓഫ്സെറ്റ് 100 ആണ്, 200 ആണ് ലിമിറ്റ്, സോ യെസ് ആണ്. യെസ് ആവുമ്പോൾ എന്ത് ചെയ്യും? ഈ 1000 നമ്മുടെ ബേസ് വാല്യൂ പ്ലസ് എന്ത് ചെയ്യും? നമ്മൾ ഓഫ്സെറ്റ് വാല്യൂ രണ്ടും കൂടി ആഡ് ചെയ്യും. 1100 എന്നുള്ള വാല്യൂ, ബേസ് വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും, ബേസ് വാല്യൂ വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കിട്ടിയ ഓഫ്സെറ്റ് വാല്യൂ നമ്മുടെ അടുത്തുണ്ടായിരിക്കും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 1100 എന്ന് പറയുന്ന ലൊക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഈ 1100 എന്ന് പറയുന്ന ലൊക്കേഷൻ നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. 1100 എന്ന് പറയുന്ന ലൊക്കേഷൻ നമ്മൾ ഫെച്ച് ചെയ്യും. ഈ ഫെച്ച് ചെയ്യുന്ന സമയത്ത് ഏത് വരെയാണ് ഫെച്ച് ചെയ്യുക? 1000 മുതൽ 1100 വരെയുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ ഫെച്ച് ചെയ്യുക. ആ ഫെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPU അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിക്യൂഷൻ റൺ ചെയ്യും. ഇവിടെ രണ്ട് കേസസ് ആണ് നടക്കുന്നത്. ഒന്ന് ഓഫ്സെറ്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ ലിമിറ്റ് ആണ്, അല്ലെങ്കിൽ ഓഫ്സെറ്റ് വാല്യൂ ലെസ് ദാൻ ലിമിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഓഫ്സെറ്റ് വാല്യൂ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ട്രാപ്പ് അല്ലെങ്കിൽ ഒരു ഇൻറ്ററപ്റ്റ് മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി അതെല്ലാം വിത്തിൻ ദ ലിമിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ അഡീഷൻ പ്രോസസ്സ് നടക്കും. ഇഫ് ദ സെഗ്മെന്റ് is found to be smaller than the limit, then the request is treated as valid request. Then a segment offset is added with the base address of the segment. Base address net add ചെയ്യും. The result obtained after addition is address of the memory location storing the required word. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ബേസ് അഡ്രസ്സ് മുതൽ ആ ഒരു ലൊക്കേഷൻ വരെയുള്ള ഡാറ്റ എന്ത് ചെയ്യും? CPU ഫെച്ച് ചെയ്യും. അത് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡിയാവും. ഇങ്ങനെയാണ് അഡ്രസ് ട്രാൻസ്ലേഷൻ ഇൻ സെഗ്മെന്റേഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് വെർച്വൽ മെമ്മറി ആൻഡ് ഡിമാൻഡ് പേജിങ്. അത് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമുക്ക് പറയാം.